രാജ്യമാകെ ആവേശത്തിലാണ്. പുതിയൊരു സർജിക്കൽ സ്ട്രൈക്കിന്റെ വാർത്തയാണ് രാജ്യത്തെ ആവേശം കൊള്ളിക്കുന്നത്. ഇതാദ്യമായല്ല ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത്. ഇപ്പോഴത്തേത് മ്യാൻമാറിലാണെന്ന് മാത്രം. 2016 നടന്ന ഉറി സർജിക്കൽ സ്ട്രൈക്ക്, 2019 നടന്ന ബാലാകോട്ട് വ്യോമാക്രമണം, ഇവയുടെ ചൂട് സിരകളിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭാരതം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ചുട്ട മറുപടി നൽകി. അതിലൂടെ ഇന്ത്യ കണക്കുകളൊന്നും ബാക്കി വെക്കില്ല എന്നും ഏത് ഭീകര പ്രവർത്തനത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിച്ചതാണ്. പഴയ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. നേരെ പറഞ്ഞാൽ പഴയ ഇന്ത്യയല്ല ഇന്നത്തെ ഭാരതം. 2016 സെപ്റ്റംബർ 29 ഉറി ആക്രമണത്തിന് സൈന്യം തിരിച്ചടി നൽകിയത്. സെപ്റ്റംബർ 18 ജമ്മു കാശ്മീരിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ഈ തിരിച്ചടി. സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഇതിനെ സൈന്യം വിശേഷിപ്പിച്ചത്. നിയന്ത്രണ രേഖ മറികടന്ന് പാക് അധീന കാശ്മീരിൽ കടന്നായിരുന്നു ഇന്ത്യ തിരിച്ചടി നൽകിയത്. സെപ്റ്റംബർ 18 പുലർച്ചെ വടക്കൻ കാശ്മീരിലെ ഉറി സൈനിക ക്യാമ്പിൽ നുഴഞ്ഞു കയറിയ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 19 ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. 20ഓളം പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാനും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. ആക്രമണം നടത്തിയ 4 ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു. ആക്രമണം നടന്ന് കൃത്യം 10 ദിവസത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചു. പാക് അധീന കാശ്മീരിലെ ഭീകര താവളങ്ങളിൽ നിയന്ത്രണ രേഖ മറികടന്നാണ് ഇന്ത്യയുടെ ആക്രമണം നടന്നത്. നിയന്ത്രണ രേഖ മറികടന്ന് ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്ന ആദ്യ സംഭവമായിരുന്നു അത്. പിന്നാലെ 2019 ഫെബ്രുവരി 14 കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ആവന്തിപുരയ്ക്കടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച മഹീന്ദ്ര വാഹനം ജവാന്മാരുടെ വാഹനവ്യൂഹത്തിന് നേരെ ഇടിച്ചു കയറ്റുകയായിരുന്നു. 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടു. പിന്നാലെ ഇന്ത്യ തിരികെ ആക്രമണം നടത്തി. ഫെബ്രുവരി 26 പുലർച്ചെ 3:45 മുതൽ വെറും 21 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വ്യോമാക്രമണം. ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ തീവ്രവാദ പരിശീലന ക്യാമ്പായ ബാലാകോട്ടിലേക്ക് മിറാഷ് വിമാനങ്ങൾ അന്ന് എയ്തിട്ടത് 1000 കിലോ ബോംബുകളാണ്. 380ഓളം ഭീകരർ കൊല്ലപ്പെട്ടു. ധാരാളം പേർക്ക് പരിക്കേറ്റു. അതിനുശേഷം 6 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവരങ്ങൾ നമുക്കറിയാം. എന്നാൽ ആരും അറിയാതെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എന്ന് ഇന്ത്യ വീണ്ടും സമ്മതിച്ചിരിക്കുന്നു അതിർത്തി കടന്ന മ്യാൻമാറിലേക്ക്. 2025 ജൂലൈ മാസം മ്യാൻമാർ അതിർത്തിയിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് ഇന്ത്യ സമ്മതിച്ചത് ഈ റിപ്പബ്ലിക് ദിനത്തിലാണ്. ലഫ്റ്റനന്റ് കേണൽ ഗട്ടേജ് ആദിത്യ ശ്രീകുമാറിന് ശൗര്യചക്ര പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു സ്ഥിരീകരണം. ഈ ബഹുമതിക്കൊപ്പമുള്ള വിവരണത്തിലാണ് 2025 ജൂലൈയിലെ ഓപ്പറേഷന് ഇന്ത്യ ഔദ്യോഗികമായി അംഗീകാരം നൽകിയിരുന്നു എന്ന് സമ്മതിച്ചത്. ജൂലൈ 11-നും 13-നും ഇടയിൽ മ്യാൻമാർ അതിർത്തിയിൽ നടന്ന തന്ത്രപ്രധാനപരമായ സർജിക്കൽ സ്ട്രൈക്കിന്റെ നേതൃത്വം ശ്രീകുമാറിനായിരുന്നു. കുപ്രസിദ്ധമായ തീവ്രവാദികളടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഇന്ത്യ സമ്മതിച്ചു. കേണലിന്റെ രഹസ്യമായ ആസൂത്രണത്തെയും ആക്രമണത്തെയും പ്രശംസിച്ച രേഖയിൽ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. തങ്ങളുടെ കിഴക്കൻ കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ ഡ്രോണുകൾ ആക്രമിച്ചു എന്ന് തീവ്രവാദി സംഘടനയായ ULFA ജൂലൈ 13-ന് പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ അത് ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ് ഇന്ത്യ തള്ളിയിരുന്നു. പിന്നാലെ സംഘടനയുടെ സ്വയം പ്രഖ്യാപിത തലവൻ നയൻ മെഥി കൊല്ലപ്പെട്ടതായി സായുധ ഗ്രൂപ്പ് അറിയിച്ചു. ഈ നയൻ മെഥിയുടെ സംസ്കാരം നടക്കുന്നതിനിടെ വീണ്ടും ആക്രമണമുണ്ടായി. ഗണേശസം, കേണൽ പ്രദീപസം എന്നിവർ കൊല്ലപ്പെടുകയും ചെയ്തതായി സംഘടന പറഞ്ഞു. അപ്പോഴും ഇന്ത്യയുടെ പ്രതികരണം മൗനമായിരുന്നു. സ്വതന്ത്ര അസം ആവശ്യപ്പെട്ട് മ്യാൻമാറിന്റെ മേഖലകളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ടു എന്ന് മാത്രമാണ് ഇന്ത്യ ഇപ്പോഴും സമ്മതിക്കുന്നത്. എന്നാൽ അതൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. തീവ്രവാദി ഗ്രൂപ്പുകളുടെ ഒരുപാട് നേതാക്കന്മാരെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ശക്തമായ സർജിക്കൽ സ്ട്രൈക്ക്. ഇന്ത്യ പഴയ ഇന്ത്യയല്ല, പുതിയ ഭാരതമാണ്.